ഹലോ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇപ്പോൾ ഞാൻ സങ്കീർത്തനം 46 അധ്യായത്തിൽ ഉള്ള വാക്യങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനം 46 തമിഴിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മലയാളത്തിൽ പറയുകയാണ്. സങ്കീർത്തനം 46 7-11. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതായത് ഇത് ജഹോവ സബയോത്ത് എന്ന് പറയും. സൈന്യങ്ങളുടെ ദൈവം യഹോവയെക്കുറിച്ച് പറയുന്ന വേറൊരു പദമാണ് ജഹോവ സബയോത്ത്. യഹോവ സബയോത്ത് എന്ന് പറയുമ്പോൾ സൈന്യങ്ങളുടെ ദൈവം യഹോവയെന്ന് ആണ് അർത്ഥം കുറിക്കുന്നത്. ഇതിൻ്റെ ബുക്കിൽ വായിച്ചതാണ് ഞാൻ പറയുന്നത്. പ്രസംഗത്തിൽ കേട്ടായിരുന്നു, അങ്ങനെ ഞാൻ പറയുകയാണ്. ജാതികൾ ക്രോധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ച് ഭൂമി ഉരുകിപ്പോയി. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളമിരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട് എൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആകവേ സന്തോഷം ദൈവം കൊടുക്കുന്നത് യഹോവയിൽ കൂടി, യേശുവിൽ കൂടി. കർത്താവിൻ്റെ വരെ ഈ ലോകത്തിൽ കഷ്ടപ്രയാസങ്ങളൊക്കെ കാണും. എന്നാൽ ദൈവം അതെല്ലാം വിട്ടുവയ്ക്കും, സന്തോഷം തരും, സമാധാനം തരും. സമൃദ്ധിയായി ദൈവം നമുക്ക് അത്ഭുതം ചെയ്യും. ഇവയൊക്കെ 46 സങ്കീർത്തനം മൊത്തം ഒന്ന് വായിച്ചാൽ അറിയാം. സൈന്യങ്ങളുടെ ദൈവം യഹോവയെക്കുറിച്ചാണ് പറയുന്നത്. യഹോവ സബയോത്ത്. നമ്മുടെ കഷ്ടപ്രയാസങ്ങളിൽ വരുമ്പോൾ യഹോവ സബയോത്ത് അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവം യഹോവയെ എന്ന് വിളിച്ചാൽ മതി. അഭൂതം എല്ലാം മാറിപ്പോകും. നമ്മൾ കൂടുതൽ ദൈവത്തോടടുക്കുവാൻ ഇടയാകും. ആമീൻ,